സർ, എവിടെ പോകാനും ഞാനൊരുക്കാം. സ്റ്റേറ്റ്സിലെങ്കിൽ സ്റ്റേറ്റ്സിൽ. ഗുഡ്, വെരി ഗുഡ്. കരിയർ ഭദ്രമാക്കാനും ഉയരങ്ങളിലെത്താനും സ്റ്റേറ്റ്സിലെ ട്രെയിനിങ് ആവശ്യമാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ. ലുക്ക് ജിതിൻ, ആ. സർവന്റ് നേരത്തെ പോയി. ഫുഡ് ഉണ്ടാക്കാൻ ആരുമില്ല. അമ്മയെ കൊണ്ടാണെങ്കിൽ ഒരു ഉപകാരമില്ല. ആ, അമ്മ വേണമെങ്കിൽ പഴയത് എന്തെങ്കിലും എടുത്ത് കഴിച്ചോളും. മോൾക്ക് ബിസ്ക്കറ്റ് ഉണ്ട്, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചോളാം. സുധീര, എനിക്ക് സ്റ്റേറ്റ്സിലേക്ക് സെലക്ഷൻ ആയിട്ടുണ്ട്. ഞാൻ പോയ ഇവിടുത്തെ കാര്യങ്ങൾ. എനിക്ക് എന്റെ കരിയറും വലുതാ, ഞാനും തിരക്കില്ല. മോൾ ഉടനെ വേണ്ടാന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അമ്മയുടെ കാര്യം സംസാരിക്കാൻ ഏട്ടനെ അടുത്ത് ഒന്ന് കാണണം. ഞാൻ പോയാൽ നീയും മോളും. എനിക്കൊന്നും കേൾക്കണ്ട. പ്ലീസ് പ്ലീസ് ലീവ് മീ അലോൺ. ഡാഡി ഡാഡി, എന്നിട്ടാ മുന്തിരി കിട്ടാതെ കുറുക്കൻ എന്തു പറഞ്ഞു? മോനെ, നീയും ഈ പ്രായം കഴിഞ്ഞിട്ടാ മുതിർന്നത്. സ്നേഹത്തോടെ കുട്ടിയോടെ എന്തെങ്കിലും പറഞ്ഞൂടെ? ഉണ്ണിമോൾക്ക് അച്ഛമ്മ കഥ പറഞ്ഞുതരാട്ടോ. വാ. ചേട്ടാ, അപ്പൊ 5 മണിക്ക് മന്ത്രിയുടെ പ്രോഗ്രാം മറക്കണ്ട. ഒക്കെ പറഞ്ഞ മാതിരി. അപ്പോ 4:30 മണിക്ക് ഞാൻ വണ്ടി കൊണ്ടുവരാം. സുജാത എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. കണക്ക് പറയല്ല, ഭാഗത്തില് അമ്മയ്ക്ക് മാറ്റി വെച്ചത് നിന്റെ കൈവശമല്ലേ? അപ്പൊ നോക്കേണ്ടത് നീ തന്നെയാ. വേറെ ആർക്കും അതിനുള്ള ടൈം. പൊതുപ്രവർത്തനം കഴിഞ്ഞ് നിന്റെ അടുത്തിയമ്മ സുജാതയോടെ ഒന്ന് മിണ്ടി പറയാൻ പോലും നേരം കിട്ടുന്നില്ല. ആ, അതെങ്ങനെയാ? സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും എല്ലാം കഴിഞ്ഞ് വീടണയുമ്പോ നേരം പാതിര. പിന്നെ ഭാഗം പറ്റുമെന്നും അമ്മയെ പറ്റൂല എന്നും പറഞ്ഞ എങ്ങനെ നേരെവാ? അമ്മയ്ക്ക് നിന്നെയാണല്ലോ ഇഷ്ടം. സുജേച്ചി, സ്റ്റേറ്റ്സിൽ 6 മാസം ട്രെയിനിങ് കൂടി കഴിഞ്ഞാൽ എനിക്ക് പ്രൊമോഷൻ ആവും. അതുവരെ സുധീര ലീവ് എടുത്ത് നോക്കട്ടെ. ഏട്ടാ, അത് ശരിയാവോ? അതേ ശരിയാവും. എനിക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റി ഉള്ളതാ. ചേച്ചി, ക്ലബിന്റെ വാർഷികം അടുത്ത ശനിയാഴ്ച. ഞാനാ പ്രസിഡന്റ്. ഡാ, നീ സുകന്യായിട്ടൊന്ന് സംസാരിക്കേ. അവളുടെ അമ്മയാണല്ലോ. അവളാണെങ്കി നാട്ടിലുണ്ട്. വല്ലാണ്ട് ചടച്ചൂലോ. തിരക്കൊണ്ടായിരിക്കൂലേ? ഞാൻ വന്നത്. ആ, സുജേടത്തി പറഞ്ഞു. കഷ്ടം, അമ്മേനെ നോക്കപ്പോ ആളില്ലാണ്ടായില്ലേ. പാർട്ടീഷന്റെ സമയത്ത് എന്തായിരുന്നു വീരവാദം. അമ്മയെ പൊന്നുപോലെ നോക്കും. സുകന്യ, നോക്കണുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ നിന്റെ ഭാര്യയ്ക്ക് രാവും പകലും ഒഴിവില്ലാന്നാണല്ലോ കേൾവി. അമ്മയെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഞാനപ്പോ ഒഴിവുള്ളത്. കുട്ടികളെയും കൂട്ടി കുമാരേട്ടന്റെ കൂടെ ഓസ്ട്രേലിയക്ക് പറക്കാനിരിക്കുക. പ്രായമായ അമ്മേനെ അവിടെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? ആരോഗ്യം ഉണ്ടെങ്കിലേ ഒരു കൈ സഹായെങ്കിലും ആയേനെ. സർവൻസിനൊക്കെ അവിടെ എന്താ ഡിമാൻഡ്? നിനക്ക് എങ്ങനെ എത്ര ചെറുതാകാൻ പറ്റുന്നു? വേണ്ട, കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. എന്റെ മാത്രം അമ്മയല്ലല്ലോ. നോക്കാൻ വയ്യെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയി നടതള്ളു. പത്രത്തിലും ടിവിയിലൊക്കെ കാണാറില്ലേ ഗുരുവായൂരിലും തൃക്കാക്കരയിലും അമ്മമാരെ നടതള്ളിയ കഥ.
മാറി മാറി എനിക്കായിരുന്നു ഞാൻ അമ്മയെ പറഞ്ഞോർക്കും. അമ്മ ഏട്ടൻ എന്നെ ഊഞ്ഞാലാണ് സമ്മതിക്കണില്ല. സാരല്ല, അമ്മ ആട്ടിത്തരാം പോരെ. എന്റെ മോളിങ്ങോട്ട് വന്നേ. ആ ഹലോ. ആ സർ. ജിതിൻ, Yes, sir. 1-ാം തീയതിയാണ്. Sir. 10-ാം തീയതിക്കുള്ളിൽ ജോയിൻ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. ഓക്കെ? ഓക്കെ സർ. മോൾക്ക് ഇന്ന് അച്ഛമ്മ ഒരു കഥ പറഞ്ഞു തരാം. അച്ഛൻ്റെ കണ്ണ് തുറപ്പിച്ച മോളുടെ കഥ. പണ്ട് പണ്ട് സുധീര, എനിക്ക് ചിലത് പറയാനുണ്ട്. എനിക്കൊരു ഗോൾഡൻ ചാൻസ് ഒത്തു വന്നിട്ടും നിനക്ക് എന്തൊരു സന്തോഷമില്ലാത്ത? ഞാനിവിടുന്ന് പോയ അമ്മയും മോളും അങ്ങനെ പൊട്ടിയ ചട്ടി ഉയർത്തി കാണിച്ച് കൊച്ചുമോള് മുത്തശ്ശിയോട് ചോദിച്ചു. എന്താ ചോദിച്ചത് ഉണ്ണിമോളെ? ഇനി ഞാൻ ഏത് ചട്ടിയിലാ എന്റെ അച്ഛനും അമ്മയ്ക്കും വയസ്സായ ചോറ് കൊടുക്കുക? യെസ്, നല്ല കഥ കേട്ടോ അച്ഛമ്മേ. മോളെ ഏതെങ്കിലും ബോർഡിങ്ങിലാക്കാം. അത്തരം സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുപാടുണ്ട്. പിന്നെ അമ്മയുടെ കാര്യം, ഏട്ടനും സുകന്യയും അമ്മയെ ഏറ്റെടുക്കില്ലെന്ന്. ഞാൻ ഏറ്റെടുക്കണോ? വേറെന്താ വഴി? ഈ എല്ലാ വേസ്റ്റും സംഭരിച്ച് സംസ്കരിക്കാൻ ഗവൺമെന്റിന്റെ പദ്ധതിയുണ്ട്. ഈ തള്ളമാരെന്ന വേസ്റ്റ് എവിടെ തള്ളും? ചില ശരണാലയങ്ങളിൽ. പക്ഷേ എന്താ വഴീശ തെരഞ്ഞെടുത്തോളൂ. അയൽപക്ക ബന്ധങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആരും അന്വേഷിക്കാനും പോണില്ല. സർ, ഓക്കെ സർ. അമ്പലത്തിലേക്കല്ല അമ്മ നമ്മൾ പോകുന്നത്,
പിന്നെന്താ പ്രാർത്ഥിക്കാനുള്ളത്? കാലങ്ങളായി കാലത്ത് വിളക്ക് വെച്ച് തൊഴണതല്ലേ മോനെ. എന്തിനാ അമ്മേ ഇത്? അയ്യപ്പൻ കൂടുള്ളത് ഒരു ധൈര്യമല്ലേ മോനെ. ഉം. എണ്ണവറ്റി പടുതിരി കത്തി, എണ്ണവറ്റി പടുതിരി കത്തി, ശൂന്യത ചുറ്റിലുമൊഴുകി, ശൂന്യത ചുറ്റിലുമൊഴുകി. ജരവന്നെത്തി അമ്മയ്ക്കതിനാൽ, ജരവന്നെത്തി അമ്മയ്ക്കതിനാൽ കടമ തൊട്ടിലൊരുക്കി, വൃദ്ധസദനമൊരുക്കി, മകനൊരു വൃദ്ധസദനമൊരുക്കി. എണ്ണവറ്റി പടുതിരി കത്തി, എണ്ണവറ്റി പടുതിരി കത്തി, ശൂന്യത ചുറ്റിലുമൊഴുകി, ശൂന്യത ചുറ്റിലുമൊഴുകി. നൊന്തു പെറ്റതു വിധിയോ, പാൽമുണഞ്ഞതു ദുരയോ, നൊന്തു പെറ്റതു വിധിയോ, പാൽമുണഞ്ഞതു ദുരയോ, ചുണ്ടി തേച്ചവയമ്പു തേനതു ധനദാഹത്തിൻ കനിയോ, മിഴിയിൽ സ്വാർത്ഥതയൂറും നശിയോ. എണ്ണവറ്റി പടുതിരി കത്തി, എണ്ണവറ്റി പടുതിരി കത്തി, ശൂന്യത ചുറ്റിലുമൊഴുകി, ശൂന്യത ചുറ്റിലുമൊഴുകി. ഹൃദയതന്ത്രികൾ പൊട്ടി തളരുകയല്ലോ ജനനീ, ഹൃദയതന്ത്രികൾ പൊട്ടി തളരുകയല്ലോ ജനനീ. പഴയൊരു പാട്ടിൻ ശ്രുതി നിർദയ പടുപാട്ടല്ലോ മകനിൽ, മോഹന ജീവിതമല്ലോ നിലവിൽ. എണ്ണവറ്റി പടുതിരി കത്തി, എണ്ണവറ്റി പടുതിരി കത്തി, ശൂന്യത ചുറ്റിലുമൊഴുകി, ശൂന്യത ചുറ്റിലുമൊഴുകി. ജരവന്നെത്തി അമ്മയ്ക്കതിനാൽ, ജരവന്നെത്തി അമ്മയ്ക്കതിനാൽ കടമ തൊട്ടിലൊരുക്കി, വൃദ്ധസദനമൊരുക്കി, മകനൊരു വൃദ്ധസദനമൊരുക്കി.
അച്ഛമ്മേ 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 ഡാഡി, എന്റെ അച്ഛമ്മേനെ കൊണ്ടുപോകാൻ ഈ ഉണ്ണിമോൾ സമ്മതിക്കില്ല. അച്ഛമ്മയാണ് ഉണ്ണിമോൾക്ക് കഥ പറഞ്ഞു തരാറ്, ഉറക്കാറ്. അച്ഛമ്മയില്ലാത്ത വീട് എനിക്കും വേണ്ട.